ഏജന്റ് ന്യൂസ് ഇപ്പോൾ നിൽക്കുന്നത് കൂട്ടുപുഴ എക്സൈസ് ചെക്ക് പോസ്റ്റിന് മുന്നിലാണ്. ഇന്ന് വെള്ളിയാഴ്ച 12:30 കൂടി ഇവിടെ കർണാടകത്തിൽ നിന്ന് പോണ്ടിച്ചേരി രജിസ്ട്രേഷനിലുള്ള ഫോർച്യൂണർ വാഹന പരിശോധനയ്ക്കിടെ 40 ലക്ഷം രൂപയാണ് മതിയായ രേഖകളില്ലാതെ കൊണ്ടുവന്ന 40 ലക്ഷം രൂപയാണ് എക്സൈസ് പരിശോധനയിൽ എടുത്തിരിക്കുന്നത്. ഇപ്പോൾ എക്സൈസ് ഇൻസ്പെക്ടർ ഇപ്പോൾ നമ്മോടൊപ്പം ചേരുന്നുണ്ട്. സാർ, മതിയായ രേഖകളില്ലാത്ത 40 ലക്ഷം രൂപയാണ് ഇപ്പോൾ പിടിച്ചെടുത്തിരിക്കുന്നത്. അത് വെള്ളിയാഴ്ച 12:30 ഇതിൻ്റെ ബാക്കിയുള്ള നടപടികളൊക്കെ എങ്ങനെയാണ്? ഇത് എവിടെ നിന്നാണ് കൊണ്ടുവരുന്നത്? എക്സൈസ് ഡിപ്പാർട്ട്മെൻറ്റ് ഈ ക്രിസ്മസ് ന്യൂ ഇയറിനോടനുബന്ധിച്ച് ശക്തമായ വാഹന പരിശോധന നടത്തുകയാണ്. ഡെപ്യൂട്ടി എക്സൈസ് കമ്മീഷണറുടെ പ്രത്യേക നിർദ്ദേശം അനുസരണം വാഹന പരിശോധന നടത്തുക. അതിൻ്റെ ഭാഗമായിട്ട് ഇന്ന് ഈ വാഹന പരിശോധന നടത്തുന്നതാണ് നമ്മൾ ഈ അനധികൃതമായി രേഖകളില്ലാത്ത 40 ലക്ഷം രൂപ ഇവിടുന്ന് കണ്ടെടുക്കുകയുണ്ടായി. തത്സമയം അദ്ദേഹം വാഹന പരിശോധനയ്ക്ക് നമ്മളോട് സഹകരിക്കാത്തൊരു സാഹചര്യം വരികയും നിങ്ങൾ ബന്ധപ്പെട്ട ഇൻകം ടാക്സ് അസിസ്റ്റൻറ്റ് ഡയറക്ടർ കോഴിക്കോടിനെ അദ്ദേഹത്തെ അറിയിക്കുകയും അദ്ദേഹം അവിടെയുള്ള കണ്ണൂരിലും കോഴിക്കോടുമുള്ള ഇൻകം ടാക്സ് ഉദ്യോഗസ്ഥരെ ഓഫീസർമാരെ ഇവിടത്തേക്ക് അയക്കുകയും അങ്ങനെ സംയുക്തമായി ഇൻകം ടാക്സും ഞങ്ങളും IB ഇൻസ്പെക്ടറും ഉൾപ്പെടെ ഇവിടെ നിന്ന് വാഹന പരിശോധിച്ച് 40 ലക്ഷം രൂപ കണ്ടെടുക്കുകയും ആ കണ്ടെടുത്ത രൂപ തുടർ നടപടിക്കായി നിയമാനുസൃത തുടർ നടപടിക്കായി ഇൻകം ടാക്സ് അധികൃതരെ ഏൽപ്പിക്കുകയാണ് ഉണ്ടായത്. ഇപ്പോൾ അവർ വാഹന പരിശോധനയ്ക്ക് ഇപ്പോൾ വന്നതിന് ശേഷം അവരെന്താണ് പറഞ്ഞത്? ആദ്യം വാഹനത്തിൽ എത്ര പേരുണ്ടായിരുന്നു? വാഹനത്തിൽ 2 പേര് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. സ്വാഭാവികമായിട്ടും വാഹന പരിശോധന നടത്തുമ്പോൾ നമ്മുടെ വളരെ സഹകരണത്തോടു കൂടി എല്ലാവരും ഇവിടുന്ന് വാഹന പരിശോധനയ്ക്ക് തയ്യാറാവാറുണ്ട്. പക്ഷേ ഈ വണ്ടി വന്നപ്പോൾ അവർ വളരെ പരുഷമായിട്ടാണ് സംസാരിച്ചത്. അതായത് ഈ എക്സൈസ് ചെക്ക് പോസ്റ്റാണ്, ഇവിടെ മദ്യവും മയക്കുമരുന്നുമായിട്ടുള്ള പരിശോധന മാത്രം നടത്തിയാൽ മതി, അതിന് നിങ്ങൾക്ക് അധികാരമില്ല എന്ന രീതിയിലൊക്കെ അദ്ദേഹം പറയുകയുണ്ടായി. പക്ഷേങ്കിൽ നിങ്ങൾ കൂടുതൽ ഡിക്കി തുറന്ന് നോക്കിയപ്പോൾ ഒന്നും കാണാൻ കഴിഞ്ഞില്ല. പിന്നെ അദ്ദേഹം നിന്ന് പരിഭ്രമിക്കുന്നതും മുന്നിലെ ഡോറിൽ നിന്ന് ഇറങ്ങി വരാത്തൊരു സാഹചര്യം ഉണ്ടായി. തുടർന്നാണ് ഇൻകം ടാക്സ് അധികൃതരെ അറിയിക്കുകയും ഈ വാഹനത്തിൽ നിന്ന് അനധികൃതമായ രേഖകളില്ലാതെ ഈ 40 ലക്ഷം രൂപ കണ്ടെടുക്കേണ്ട സാഹചര്യം ഉണ്ടായത്. ഇപ്പോൾ ഒരു ഉദ്യോഗസ്ഥർ ഇപ്പോൾ എന്താണ് പറയുന്നത്? ഇപ്പോൾ തുടർ നടപടികളൊക്കെ എങ്ങനെയായിരിക്കും ഇതിൻ്റെ? തുടർ നടപടികൾ അതുമായി ബന്ധപ്പെട്ട് കോഴിക്കോടും കണ്ണൂരുള്ള ഉദ്യോഗസ്ഥർ എല്ലാ അക്കൗണ്ടുകളും അതുപോലെ ഈ പണത്തിൻ്റെ സോഴ്സുകളൊക്കെ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനുവേണ്ടി അത് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർക്ക് ഞങ്ങൾ കൈമാറിയിട്ടുണ്ട്. ഈ വണ്ടിയുടെ വാഹനത്തിലുണ്ടായിരുന്ന സ്വദേശിയുടെ പേര് BS രാമചന്ദ്ര എന്ന മൈസൂർ സ്വദേശിയായ ഒരാളാണ് ഉണ്ടായിരുന്നത്. പിന്നെ ഒരു ഡ്രൈവറും മാത്രമാണ് അതിനകത്ത് ഉണ്ടായിരുന്നത്. അപ്പോൾ അവരെ വിട്ടയക്കും, ക്യാഷ് മാത്രം പിടിച്ചെടുക്കും. അത് ഉദ്യോഗസ്ഥരെ അതിൻ്റെ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ എന്തായാലും അറസ്റ്റ് ചെയ്യേണ്ട സാഹചര്യം ഇല്ലാണെന്ന് ആണ് അറിയാൻ കഴിഞ്ഞത്. എന്തായാലും മറ്റുള്ള നിയമ നടപടികൾ അറിയിച്ച് അദ്ദേഹം കൂടുതൽ കാര്യങ്ങൾ പറയുന്നതായിരുന്നു. വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് 12:00 കൂടിയാണ് കൂട്ടുപുഴ എക്സൈസ് ചെക്ക് പോസ്റ്റിൽ വാഹന പരിശോധനയ്ക്കിടെ PY പോണ്ടിച്ചേരി രജിസ്ട്രേഷനിലുള്ള PY 01DD 7777 ഫോർച്യൂൺ വാഹനത്തിൽ കടത്തുകയായിരുന്ന 40 ലക്ഷം രൂപയാണ് എക്സൈസ് വാഹന പരിശോധനയ്ക്കിടയിൽ പിടിച്ചെടുത്തിരിക്കുന്നത്. കോഴിക്കോട് നിന്നുള്ള ഇൻകം ടാക്സ് ഉദ്യോഗസ്ഥരും അതുപോലെ തന്നെ കണ്ണൂരിൽ നിന്നുള്ള ഇൻകം ടാക്സ് ഉദ്യോഗസ്ഥരും സ്ഥലത്തെത്തി ഇത് വേണ്ട പരിശോധനകൾ നടത്തി മതിയായ രേഖകൾ ഇല്ല എന്ന് കണ്ടെത്തിയിരിക്കുകയാണ്. ഇപ്പോൾ ക്യാഷ് ഇൻകം ടാക്സ് ഉദ്യോഗസ്ഥർ കൊണ്ടുപോകാൻ തയ്യാറെടുപ്പിലാണ്. അപ്പോൾ തുടർ നടപടികൾ മതിയായ രേഖകളുമായി ഇവർ വന്നു കഴിഞ്ഞാൽ ക്യാഷ് കൊടുക്കുന്ന രീതിയിലുള്ള നടപടികൾ സ്വീകരിക്കുമെന്നാണ് ഉദ്യോഗസ്ഥർ ഇപ്പോൾ നമ്മോട് അറിയിച്ചിരിക്കുന്നത്. കൂട്ടുവഴിയിൽ നിന്നും ക്യാമറമാൻ ഷിജോ അബ്രഹാമിനൊപ്പം ശ്രീവേഷ്കർ, ഏജന്റ് ന്യൂസ്. മലയോരത്തിന്റെ സ്വന്തം പ്രാദേശിക ചാനൽ A Channel. നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കുവാൻ വിളിക്കൂ 9447691771 9074215391.
നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞൊടിയിടയിൽ അറിയുവാൻ ഏജനറ്റ് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. ഓരോ നിർമ്മിതികളിലും വ്യത്യസ്തതയുണ്ട്. അവ ഓരോന്നും കൂട്ടിയോജിപ്പിക്കുവാൻ വർഷങ്ങളുടെ പാരമ്പര്യമുള്ള ഒരു നാമമുണ്ട്. വുഡ്മാർട്ട്. സോഫ സെറ്റ്, ബെഡ്റൂം സെറ്റ്, ഡൈനിങ് ടേബിൾ സെറ്റ്, വാർഡ്രോബ് ആൻഡ് കോട്ട്, ഫാൻസി ലൈറ്റ് തുടങ്ങി ഒറ്റ നിലയിൽ നോക്കത്താ ദൂരത്ത് ഫർണിച്ചറുകളുടെയും ഏറ്റവും വലിയ വ്യാപാര സമുച്ചയം. വുഡ്മാർട്ട്, എഡു റോഡ്, മാടത്തിയിൽ, ഇരട്ടി റോഡ്, മട്ടന്നൂർ.